പവൻ ഗോൾഡ് തിരൂർ. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. ഈ മാസത്തിൽ വിവിധ ഭാഗങ്ങളിൽ നബിദിനം ആഘോഷിച്ചുകൊണ്ട് അവരുടെ മദഹുകൾ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കേരള നാട്ടിൽ അതൊരു ആഘോഷമായി കൊണ്ടാടുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. എല്ലാ മതസ്ഥരെയും ഒരുപോലെ കാണുകയും മതേതരത്വം ഉറപ്പിക്കുകയും ചെയ്യണമെന്നുള്ള ആഹ്വാനമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്. എല്ലാവരെയും സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്ന അദ്ദേഹത്തിൻ്റെ വാക്യം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൂടുതലായി ഞാനൊന്നും തന്നെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനാണല്ലോ നമ്മളൊക്കെ ഇവിടെ പങ്കെടുത്തത്. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും എല്ലാവരെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോഴാണ് നിങ്ങളൊരു പൂർണ്ണ മുഅ്മിനാവുകയുള്ളൂ. ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ ഇങ്ങനെ റസൂലിനെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് എന്തൊരു സന്തോഷം! ആരാ എൻ്റെ കൈ പിടിച്ചത്? ലോകത്തിന്റെ നേതാവ്. റസൂലുള്ളാഹിനോടുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാൻ ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ നഫ്സി. ഓ നബി തങ്ങളെ, എല്ലാ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്ന നബിയെ, എൻ്റെ ശരീരം ഒഴികെ. എൻ്റെ ശരീരം ഒഴിച്ചാൽ ബാക്കിയുള്ള മുഴുവത്തിനേക്കാളും ഞാൻ അങ്ങയെയാണ് സ്നേഹിക്കുന്നത് നബിയെ എന്ന് പറഞ്ഞപ്പോ വല്ലാത്തൊരു സ്നേഹം തന്നെ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.